बाबा हमारे हो गए बाबा के हम, बाबा हमारे हो गए बाबा के हम, बाबा हमारे हो गए। मिट गई माया की आंधी, मिट गई माया की आंधी, गम सभी वो खो गए बाबा के हम, बाबा हमारे हो गए। बाबा के हम, बाबा हमारे हो ഓം ശാന്തി. ബാബയോടൊപ്പം ബാബയുടെ യജ്ഞത്തിൻ്റെയും സ്ഥാപനയുടെ ആരംഭ കാലഘട്ടത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കേട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഗവൺമെൻറ്റിൻ്റെ രാജസ്ഥാൻ സർക്കാർ നോട്ടീസ് അയക്കുകയും യജ്ഞം ഗവൺമെൻറ്റിൽ നിന്ന് വാടകയ്ക്കെടുത്ത 2 കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്ന 2 ബിൽഡിങ്ങുകളും ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓർഡർ വന്നതും ആ ഓർഡറിനുള്ള റിപ്ലൈ എങ്ങനെ ഗവൺമെൻറ്റിന് സമർപ്പിക്കണം, ഗവൺമെൻറ്റിനുള്ള നിവേദന കത്ത് ബാബ മക്കളെ കൊണ്ട് തയ്യാറാക്കിച്ചത് എങ്ങനെയാണ്, അത് നമ്മൾ ഇന്നലെ കേട്ടു. അതിലൂടെ ബാബയുടെ ആൾറൗണ്ട് പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്ക് ഓരോ സംഭവങ്ങൾ ബാബ എങ്ങനെ കൈകാര്യം ചെയ്തത് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. ഇന്നിനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സർക്കാരിന് നമ്മുടെ നിവേദനം നാം സമർപ്പിച്ചപ്പോൾ സർക്കാരിൽ നിന്നുള്ള മറുപടി എന്തായിരുന്നു. बाबा के निर्देशानुसार इस ईश्वरीय विश्वविद्यालय के प्रतिनिधि तत्कालीन मुख्यमंत्री महोदय से मिले. ബാബയുടെ നിർദ്ദേശപ്രകാരം ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പ്രതിനിധികളായ മക്കൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പോയി. രാജസ്ഥാൻ മുഖ്യമന്ത്രി, തത്കാലത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം ഈ വിഷയത്തിൽ തൻ്റെ സഹാനുഭൂതി പ്രകടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വിഷയം ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. സർക്കാരിൻ്റെ തീരുമാനം ഫൈനൽ സ്റ്റേജിലാണ്. അതായത് രാജസ്ഥാൻ സർക്കാരിന് ബിൽഡിങ്ങുകൾ, സർക്കിട്ട് ഹൗസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ 2 കെട്ടിടങ്ങളും ഒഴിവാക്കി വാങ്ങുക എന്നുള്ളതും, എന്നിട്ട് ഒഴിവാക്കിയതിന് ശേഷം ഗവൺമെൻറ്റിന് വേണ്ടി അവിടെ ബിൽഡിംഗ് എങ്ങനെ റെഡിയാക്കണം, അതിൻ്റെ എല്ലാം രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് ഇനി ഗവൺമെൻറ്റിന് പിന്നിലേക്ക് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അത് നിയമസഭയിൽ പാസ്സായി കഴിഞ്ഞ വിഷയമാണ്. എൻജിനീയർമാർ അതിൻ്റെ പൂർണ്ണമായ പ്ലാനിങ്ങും ചെയ്തു കഴിഞ്ഞു. ആ പ്ലാനിങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുള്ള ബഡ്ജറ്റും പാസ്സായതാണ്. ഇത്രത്തോളം ഫൈനൽ ഘട്ടത്തിലെത്തിനിൽക്കുന്ന ഒരു പ്രൊജക്റ്റിൽ നിന്ന് ഗവൺമെൻറ്റിന് പിന്മാറാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. മാത്രമല്ല, ഇനി ഇതിലേക്ക് പിന്മാറുകയാണെങ്കിൽ വീണ്ടും അത് നിയമസഭയിൽ വീണ്ടും പ്രശ്നത്തിന് കാരണമായിട്ട് മാറും. പക്ഷേ ഇത്രയും അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, പത്രങ്ങളും മാധ്യമങ്ങളും ഇനി ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ
ഇതിനെ പ്രതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യാം, ആ 2 ഭവനങ്ങൾ, നിങ്ങൾ താമസിക്കുന്ന 2 ഭവനങ്ങൾ കാലിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാലയളവ് കുറച്ച് നീട്ടിത്തരാം. അതിനുള്ളിൽ നിങ്ങൾ അനുയോജ്യമായ സ്ഥലം കണ്ടുപിടിക്കൂ. ഇതേ ഇനി ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. इस बीच भारत के तत्कालीन രാഷ്ട്രപതി, പക്ഷെ ബാബ പറയാറില്ലേ, ഏതൊരു വിഷയത്തിലും ബാബ കുട്ടികളെ കൊണ്ട് മാക്സിമം പുരുഷാർത്ഥം ചെയ്യിക്കുക. അതും ഒരു സേവനമായിട്ട് ബാബ ആ സാഹചര്യങ്ങളെല്ലാം സേവയ്ക്കുള്ള സമയമായിട്ട് കാര്യമായിട്ട് ഉപയോഗിക്കും. എല്ലാവരെയും പോയി കാണാനും എല്ലാവർക്കും പ്രഭു പിതാവിൻ്റെ സന്ദേശം കൊടുക്കാനും വേണ്ടിയിട്ട് ബാബ ഈ അവസരത്തെ ഉപയോഗിച്ചു. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞെങ്കിലും ബാബ ടോപ്പിക് അവിടെ വിട്ടില്ല, രാഷ്ട്രപതിയെ പോയി കാണാൻ പറഞ്ഞു. ആ സമയത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹത്തെ പോയിട്ട് കണ്ടു, അദ്ദേഹത്തോടും കാര്യങ്ങൾ സമർപ്പിച്ചു. എല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം രാജസ്ഥാൻ സർക്കാരിന് ലെറ്റർ അയച്ചു. അബു ഒരു ചെറിയ പർവ്വത പ്രദേശമാണെന്നും ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഇത്രയും പേര്, 100 കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഈ യജ്ഞത്തിന് അവർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രാഷ്ട്രപതി ഇടപെട്ടത് കാരണം അദ്ദേഹത്തിൻ്റെ കൂടി ഇടപാട് വന്നപ്പോൾ എന്തായി, കാലിയാക്കി കൊടുക്കാൻ കുറച്ചും കൂടെ കൂടുതൽ സമയം ഇളവ് കിട്ടി. इसके बाद इस ईश्वरीय विश्वविद्यालय के प्रतिनिधि राजस्थान सरकार के कुछ कैबिनेट मंत्रियों को व्यक्तिगत रूप से मिले. അതിനുശേഷം ഭായ് സാബ് പറയുന്നത്, ഞങ്ങൾ കുറച്ച് പേര് മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട്, മന്ത്രിമാർ, രാജസ്ഥാൻ സർക്കാരിലെ മന്ത്രിമാരെയും പോയി കണ്ടു. ഓരോരുത്തരെയും പേഴ്സണലായിട്ട് കണ്ടു. അവരും അവരുടേതായ സഹാനുഭൂതി പ്രകടമാക്കി. ഈ വിഷയത്തിൽ അവരും വളരെയധികം സാന്ത്വനം നൽകി. ഇതിൻ്റെ എല്ലാം റിസൾട്ടായിട്ട് നമുക്ക് കൂടുതൽ സമയം നീട്ടിക്കിട്ടി. बाबा तो सदा कहा ही करते थे कि प्रजातंत्र में किस बात का अंतिम निर्णय करने के लिए. ബാബ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ നാട്ടിലിപ്പോൾ പറയാറുണ്ടല്ലോ, ബാബ എപ്പോഴും പ്രജകൾ ആണല്ലോ സെലക്ട് ചെയ്യുന്നത് രാജാവിനെ, മീൻസ് അധികാരികളെ. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വ്യക്തിക്ക് അന്തിമ നിർണയം ചെയ്യാൻ പറ്റില്ല. രാജഭരണ സിസ്റ്റത്തിൽ രാജാവിൻ്റേതാണ് അന്തിമ തീരുമാനം. പക്ഷെ ജനാധിപത്യ വ്യവസ്ഥയിൽ അത് നടക്കില്ലല്ലോ. അവർക്ക് ഒരാൾക്ക് പൂർണ്ണ അധികാരമില്ല അങ്ങനെ ഡിസിഷൻ എടുക്കാൻ. देश के राष्ट्रपति तक को भी संतुष्ट कर देने के बाद, अथवा किसी प्रदेश के, അപ്പോൾ രാഷ്ട്രപതി പോലും ഒരു തീരുമാനം എടുത്താലും ലോക്കൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിമാർ, അവർക്കും എല്ലാവർക്കും ഒരു വിശേഷ കാര്യത്തിൽ എല്ലാവർക്കും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും. युक्ति संगत निधि से मामले के बारे में संतुष्ट करने के बाद भी समस्या का हल नहीं हो सकता है. മുഖ്യമന്ത്രി, മന്ത്രിമാർ, രാഷ്ട്രപതി എല്ലാവരും ഇടപെട്ടാലും ഒരു സമസ്യയ്ക്ക് ഒരു പൂർണ്ണ സമാധാനം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പറയാൻ ബാബ. ഏക വ്യക്തിക്കോ യതി, ഇപ്പോൾ ഒരാളെ തൃപ്തിപ്പെടുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നിരിക്കട്ടെ, അപ്പോഴേക്ക് അടുത്ത പ്രശ്നം ഉന്നയിച്ചിട്ട് വരും. പിന്നെ ആ പ്രശ്നത്തിനും സമാധാനം കാണണം. അപ്പോഴേക്കും 3ാമത്തെ ആൾ വരും, അടുത്തത് 4ാമത്തെ ആൾ തലപൊക്കും. ഗവൺമെൻറ് സംവിധാനങ്ങളിൽ ഓരോ അധികാര കസേരയിൽ നിന്ന് ഇപ്രകാരം ചോദ്യങ്ങൾ വന്നാൽ ഓരോ ചോദ്യത്തിനും ക്ലിയറൻസ് ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോഴേക്കും അടുത്ത വ്യക്തി ഈ ഒരു പ്രശ്നം എപ്പോഴും നിലനിൽക്കും. അതുകൊണ്ടാണ്, അത് മാത്രമല്ല, മറ്റൊരനുഭവം ജഗദീഷ് ഭായ് പറയണേ, ഗവൺമെൻറ് കാര്യങ്ങളിൽ നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം പോയിട്ട് പൂർത്തിയാക്കിയിട്ട് മടങ്ങി വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ
അത് പകുതിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ ഓഫീസർക്ക് ട്രാൻസ്ഫർ ആകും. അപ്പോഴേക്കും ആളെ എല്ലാം ഒന്ന് ബോധ്യപ്പെടുത്തി വരുമ്പോഴായിരിക്കും ആൾ ട്രാൻസ്ഫർ ആക്കുക. എന്നിട്ട് പുതിയ ആൾ വന്നിട്ടുണ്ടാവും. പുതിയ ആളെ വീണ്ടും ഒന്നേ നല്ല കാര്യങ്ങളും ബോധ്യപ്പെടുത്തി കൊടുത്ത് നമുക്ക് നമ്മുടെ കാര്യം നടത്തിയെടുക്കാൻ എത്രയാ സമയം എടുക്കണേ. इसलिए बाबा कहते वत्सों एक किसी एक राजा का राज्य तो है नहीं. അതുകൊണ്ട് ബാബ പറയായിരുന്നു, മക്കളെ, ഇവിടെ ഒരു രാജാവിൻ്റെ രാജ്യമല്ലല്ലോ, അത് നിങ്ങളുടെ പുതിയ ലോകത്തിലാണ്. കിസി ബാത് കാ അന്തിമ നിർണയം കർ സക്കെ. അതുകൊണ്ട് ഒരാൾക്ക് ഒരു കാര്യത്തിലും നമുക്കൊരു ഫൈനൽ തീരുമാനം പറയാൻ കഴിയില്ല. ജിസ്കി ബാത് മാന്യക്കിലെ സഭി അനുശാസനബദ്ധ ഹോ. എല്ലാവരും നിയമബദ്ധരാണ്, നിയമങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. अब तो हालत ऐसी है कि आज लोग जिसको अपना प्रमुख चिंते कल वे उस पर दोष लगाकर, ഇന്ന് സെലക്ട് ചെയ്ത ആൾ, കസേരയിൽ ഇരുത്തിയ ആളെ നാളെ ആളുടെ മേലെ ദോഷം ആരോപിച്ചിട്ട് കസേരയിൽ നിന്ന് താഴെ ഇറക്കി വിടുന്നു, അപമാനിക്കുന്നു. എന്തെല്ലാമാണ് ചെയ്യുന്നത്? आज यहाँ किसी राजा का राज्य होते भी तो भी बात सदत नहीं, क्योंकि आज राजा पर भी सच्चाई और पवित्रता का अंकुश तो है नहीं. ഇനി ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ഒരു രാജ്യഭരണമാണെന്ന് തന്നെ ഇരിക്കട്ടെ, ആ രാജാവിനും സത്യതയും പവിത്രതയും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ അവർക്കും ശരിയായ നിർണയം നടത്താൻ കഴിയില്ല. आज राज्य सत्ता अलग है और धर्म सत्ता अलग है. ഇന്ന് ആരുടെ കയ്യിൽ രാജ്യാധികാരം ഉണ്ടോ അവരുടെ കയ്യിൽ ധാർമ്മികത ഉണ്ടാവണമെന്നില്ല. രണ്ടും രണ്ടായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ധർമ്മത്തിൽ സഞ്ചരിക്കുന്നവർ ധർമ്മിഷ്ഠരായി ജീവിക്കുന്നു. ആരുടെ കയ്യിൽ അധികാരമുണ്ടോ അവർ അധികാരത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അധികാരത്തിലിരിക്കുന്നവർക്ക് ധാർമ്മികത വേണമെന്നില്ല. ഇനി ധാർമ്മികതയിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരുടെ പക്കൽ അധികാരം ഉണ്ടാകണമെന്നില്ല. രണ്ടും രണ്ട് വഴിയിലാണിപ്പോൾ. പക്ഷെ സത്യയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ധർമ്മസത്യയും രാജ്യസത്യയും ഒരാളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. രാജ്യം ഭരിക്കുന്ന രാജാവ് ധർമ്മത്തിലിരുന്നാണ് കർമ്മം ചെയ്യുക, സ്വധർമ്മത്തിലിരുന്ന്. അതുകൊണ്ട് കർമ്മങ്ങളെല്ലാം ശ്രേഷ്ഠമായിരിക്കും. രാജ പ്രജ अलग क्या आज सही अर्थ में धर्म तो है नहीं. ബാബ പറഞ്ഞേ, ഇന്ന് അധികാരവും ധാർമ്മികതയും രണ്ടെന്ന് എന്തിന് പറയണം? ധർമ്മം എന്താണെന്നത് പോലും അറിയാത്ത അവസ്ഥയിലാണ്. സുയി കി നോക്ക് കെ ബരാബർ ബി ജഗ നഹി. സൂചി കുത്താൻ പോലും പാണ്ഡവർക്ക് സ്ഥലമില്ലാത്ത അവസ്ഥ. അതായിരുന്നു ആ സമയത്തെ കണ്ടീഷൻ. അവരുടെ മക്കളാ, പാണ്ഡവസേനയാണ്, ശിവശക്തികളാണ്, ഈശ്വരീയ കാര്യം ഭൂമിയിൽ ചെയ്യുകയാണ്. ആ ഈശ്വരീയ സന്ദേശവാഹകർക്ക് താമസിക്കാൻ ഭൂമിയിൽ സ്ഥലമില്ലാത്ത അവസ്ഥ, സൂചി കുത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥ. जब ये निश्चित हो गया कि इस स्थान को छोड़ना ही होगा, तब एक दूसरे स्थान को लेने के लिए निर्णय करना जरूरी था. അപ്പോൾ ഈ രണ്ട് ബിൽഡിങ്ങുകളും കാലിയാക്കേണ്ട അന്തിമ നിർണയം വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ രണ്ട് കെട്ടിടങ്ങളും കാലിയാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് താമസിക്കാൻ വേണ്ടി യജ്ഞം ഷിഫ്റ്റ് ചെയ്യാൻ ഒരു പുതിയ കെട്ടിടം കണ്ടുപിടിക്കണം. ഇത് അന്തിമ തീരുമാനമായി. बाबा ने तो पहले से ही कह दिया था. ബാബ ആരംഭത്തിൽ തന്നെ പറഞ്ഞിരുന്നു. മഹാഭാരതത്തിലെ അതേ സമയമാണിത്. ഏത് സമയം? പാണ്ഡവർക്ക് താമസിക്കാൻ സൂചി കുത്താൻ ഇടമില്ലാത്ത ആ സംഭവത്തിൻ്റെ പുനരാവൃത്തിയാണ് മക്കളെ ഇത്. जिसमें बताया गया कि कौरवों ने पांडवों को सुई की नोक के बराबर. ഇതിഹാസത്തിൽ എന്താ പറയുന്നത്? കൗരവര് പാണ്ഡവർക്ക് സൂചി കുത്താൻ ഇടം കൊടുക്കില്ല പറഞ്ഞു. ബാബ ബോലെ, ഭാരത്വാസി ഇസ് ബാത് കോ തോ ഭൂൽ ഹി ഗയാ. ഭാരതവാസികൾ ഇത് മറന്നേ പോയി. ഏത് കാര്യം? പരംപിത പരമാത്മാവിൻ്റെ സ്വരൂപം എന്താണ്? പരമാത്മാവെന്ന ഗുപ്ത രൂപത്തിൽ
ജനമംഗളത്തിൻ്റെ കർത്തവ്യം എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ജനമംഗള കർത്തവ്യം ചെയ്യുന്നവർക്കാണിപ്പോൾ താമസിക്കാൻ പോലും സ്ഥലമില്ലാതെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഗവൺമെൻറ് ഒഴിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഭാരതീയർക്ക് അറിയണില്ല ഇത് ഭഗവാന്റെ കാര്യം ചെയ്യുന്ന ശിവശക്തി പാണ്ഡവസേനയാണെന്ന്. അതവേ तो पहचान ही नहीं सकते कि संस्थान द्वारा സ്വയം പരംപിത പരമാത്മ ഹേ. അവർക്കാർക്കും ഇതറിയുന്നതേയില്ല. പരംപിത പരമാത്മാവാണ് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ ഭാരതത്തെ പാവനമാക്കി സുഖവും ശാന്തിയും സമൃദ്ധിയും നിറഞ്ഞ ഭാരതത്തിൻ്റെ പുനർനിർമ്മാണ കർത്തവ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബ പറഞ്ഞു ഇതാർക്കും മനസ്സിലാകുന്നില്ല. 3 കദമോं में 3 लोग ले लेंगे. അപ്പം ബാബ പറഞ്ഞു 3 അടി വെച്ച് നമ്മൾ 3 ലോകങ്ങളും അളന്നെടുക്കും. बाबा बोले यदि मंत्री हमसे इन भावनाओं को ले लेते हैं तो गोया वो अजान से ही. ബാബ ഒരിക്കൽ പറഞ്ഞു സാരമില്ല, മന്ത്രി വന്നിട്ട് പറയണ ഭവന എല്ലാം തിരിച്ച് തരണം. അവർക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ടല്ലേ നമ്മളോട് കലിയേക്കാൻ പറഞ്ഞേ. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് തന്നെയാണ് അവരഭിനയിച്ച പാർട്ട്. അത് ആവർത്തിക്കുകയാണെന്ന് കുട്ടികൾ മനസ്സിലാക്കിക്കോളൂ. കൽപ്പം മുമ്പ് ഈ സമയത്ത് നമ്മൾ ഈ ഭവനങ്ങൾ ഒഴിഞ്ഞ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പരന്തു വത്സോ. പക്ഷേ ബാബ പറഞ്ഞു മക്കളെ യദി വേ ഹമേ ഈശ്വരീയ സേവ കർണേക്കില്ലേ, ഇതിന് പകരം മറ്റേതെങ്കിലും സ്ഥലം ഈശ്വരീയ സേവയ്ക്ക് വേണ്ടി ഒരു 3 അടി മണ്ണ് അവർ തരാൻ തയ്യാറല്ലെങ്കിൽ ഘബ്രാനേക്ക് കോയി ബാത്ത് നഹി. നിങ്ങൾ എൻ്റെ കുട്ടികൾ പരിഭ്രമിക്കേണ്ട. എന്താ കാര്യം? हम तो 3 पैर में ये सारी पृथ्वी ही माप कर लेंगे. ബാബ പറഞ്ഞു മക്കളെ നമ്മൾ 3 അടി വെച്ച് ഈ മുഴുവൻ ഭൂമിയും അളന്നെടുക്കും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥാത് ഈശ്വരീയ ജ്ഞാൻ സഹജ രാജോഗ് തഥാ ദിവ്യ ഗുണോങ്കി സേവാദ്വാര. ഏതാ 3 അടി? 3 സ്റ്റെപ്പ് ഏതാ വെക്കേണ്ടത്? ഈശ്വരീയ ജ്ഞാനം, സഹജ രാജയോഗം, സഹജമായ ഓർമ്മ, 3ാമത്തേത് ദിവ്യ ഗുണങ്ങളുടെ ധാരണ. ഈ 3 ചുവടുകൾ നമ്മൾ വെച്ചുകൊണ്ട് സാരേ ഭൂമണ്ഡൽ കോ ഹി സ്വർഗ് ബനാലേങ്കെ. മുഴുവൻ ഭൂമിയെ നമ്മൾ അളന്നെടുക്കും. എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭൂമണ്ഡലത്തെയും നമ്മൾ സ്വർഗമാക്കി മാറ്റും. അയ്യോ നമ്മൾ എങ്ങോട്ടിറങ്ങിപ്പോവും? ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല ബാബ. ചിന്തിപ്പിക്കാൻ കുട്ടികളെയും വിട്ടില്ല. പകരം എന്താ പറഞ്ഞ ബാബ? നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ജ്ഞാനി യോഗി ദിവ്യഗുണമൂർത്തി ജീവിതത്തിലൂടെ നമ്മൾ ഈ മുഴുവൻ ലോകവും ഭൂമണ്ഡലത്തെ സ്വർഗമാക്കുന്ന സേവയ്ക്കായിട്ട് വെളിയിലേക്ക് ഇറങ്ങും. അതുതന്നെയാണല്ലോ നടന്നത് പിന്നീട്. അബ് ദൂസര സ്ഥാൻ ലേനാത്തോ ധാഹി. പക്ഷേ മുഖ്യാലയത്തിന് അബുവിൽ തന്നെ മറ്റൊരു സ്ഥാനം കണ്ടുപിടിക്കേണ്ടി വന്നു. और बाबा के कथनानुसार उसमें भी कल्याण ही समाया हुआ था. എന്നിട്ട് ബാബ പറഞ്ഞു മക്കളെ ഇപ്പം നമ്മൾ ഇവിടുന്ന് കാലിയാക്കി കൊടുക്കുന്നതും പുതിയ ഒരു സ്ഥലം തേടുന്നതിൽ ആ കണ്ടുപിടിക്കാൻ പോകുന്ന സ്ഥലം ഏതാണോ നമുക്ക് കിട്ടാൻ പോകുന്നത് അതിലൊരു മംഗളം ഉണ്ടാവും. കാരണം ഗവൺമെൻറ് കാലിയാക്കാൻ പറയുന്നത് കൊണ്ടാണല്ലോ പുതിയ സ്ഥലം കണ്ടുപിടിക്കാൻ പോണേ. അതിലൊരു മംഗളം ഉണ്ടാകുമെന്ന് പറഞ്ഞു ബാബ. അതിലെ മംഗളം എന്താണെന്നാണ് ഇനി ഭായ് സാബ് നമുക്ക് മുന്നിൽ പറയണം. ബാബ എപ്പോഴും പറയില്ലേ, നമ്മൾ ചിലപ്പം ചിന്തിക്കുകയോ ഈ 10-300 പേരെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ? കാരണം അബു പോലെ ഇത്രയും ചെറിയൊരു പർവ്വത പ്രദേശത്ത് ഇത്രയും പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പെട്ടെന്ന് വലിയ വലിയ കെട്ടിടങ്ങളൊന്നും കിട്ടില്ലല്ലോ. ആ സമയത്ത് ഇല്ലല്ലോ. അത്ര എളുപ്പമുള്ള വിഷയമായിരുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാമായിരുന്നു. പ്രത്യേകിച്ചും റെസ്പോൺസിബിലിറ്റി ബ്രഹ്മബാബയ്ക്കായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചിന്തിതനാകേണ്ടി വരുന്നത് ബാബയായിരുന്നു. പക്ഷേ ബാബയ്ക്ക് യാതൊരു വ്യർത്ഥ സങ്കല്പം ഉണ്ടായില്ല. अब ढूंढे गए भवनों में से एक को चुनना था. പല കെട്ടിടങ്ങളും ഇവരിങ്ങനെ തേടി തേടി കണ്ടുപിടിച്ചു. അങ്ങനെ ബാബയുടെ അടുത്ത് എല്ലാ ഇൻഫർമേഷനും എത്തി. അതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കണമായിരുന്നു.
കോട്ട ഹൗസ് ഓർ ദൗൽപൂർ ഹൗസ് ജഹാം അഭി ഹം രഹേ തെ, കാലിയാക്കി കൊടുക്കേണ്ട കെട്ടിടങ്ങളുടെ പേരായിരുന്നു. ഒന്ന് കോട്ട ഹൗസും മറ്റൊന്ന് ദൗൽപൂർ. ഇത് രണ്ടുമായിരുന്നു ഗവൺമെൻറ് ബിൽഡിങ്സ്. അതിനടുത്ത് തന്നെ പോക്കരൺ ഹൗസ് നാം വല ഭവൻ മിൽഗയ. അതിനടുത്തായിട്ട് പോക്കരൺ ഹൗസ് എന്ന പേരിൽ മറ്റൊരു കെട്ടിടം കിട്ടി. ഉൻ ദിനോं ये भवन लगता तो अजीब सा ही था, परंतु उसमें मैदान काफ़ी था. कमरे भी बंद बंद से लगते थे, परंतु शिव बाबा के पास तो इसके लिए एक बड़ी योजना थी. അങ്ങനെ പൊക്രൺ ഹൗസ് കണ്ടെത്തി. ആ ഭവനം വളരെ നല്ല ബിൽഡിംഗ് ആയിരുന്നു. കാലി സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കെട്ടിടം കൂടാതെ ഭൂമി അവിടെ കുറച്ചധികം ഉണ്ടായിരുന്നു. മുറികളെല്ലാം ചേർന്നിട്ടായിരുന്നു. പക്ഷേ ഈ ബിൽഡിംഗ് കണ്ടെത്തിയതിൻ്റെ പിന്നിലും ശിവ് ബാബയ്ക്ക് ചില ഗുപ്ത പദ്ധതികളുണ്ടായിരുന്നു. ഉൻകി പ്രേരണ സി ഭവൻ കോ കിരായ പർ ലേ ഗയ. അവസാനം ബാബയോട് ചോദിച്ചിട്ട്, നമുക്കറിയാമല്ലോ ബാബ ബ്രഹ്മ ബാബ എന്തും അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സന്ദേശി പുത്രിമാരോട് ബാബയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറയും ശിവ ബാബയോട്. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് അവസാനം ആ കെട്ടിടം തന്നെ എടുത്തു. ഓർ ബാദ് മേ ഖരീദ് ഭി ലിയ. ആ ബിൽഡിങ്ങും ആ സ്ഥലവുമാണ് പിന്നീട് ആദ്യം റെൻറ്റിനെടുത്തു, അത് പിന്നീട് നമ്മൾ വാങ്ങി. അങ്ങനെ വാങ്ങിയ സ്ഥലമാണ് ഇത് ഇപ്പോൾ നമ്മൾ പാണ്ഡവ് ഭവൻ എന്നറിയപ്പെടുന്നത്. പാണ്ഡവ് ഭവനവും ആ സ്ഥലവും അതാണ് ഈ പോക്രൺ ഹൗസ് എന്ന് പറഞ്ഞ ആദ്യം വാടകയ്ക്കെടുത്ത സ്ഥലം. അപ്പോൾ ഡ്രാമയിലെ ബാബയുടെ ഗുപ്ത ആയ പദ്ധതി നോക്കൂ. മറ്റേ കെട്ടിടം കാലിയാക്കിച്ചതും അല്ലേ, എല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഡ്രാമ അനുസരിച്ച് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഇവിടെ ഇരുന്നുകൊണ്ട് പിന്നെ പതുക്കെ ഇതിനെ വാങ്ങാനും അല്ലേ. ബാബയുടെ ഈ മഹായജ്ഞത്തിൻ്റെ വിശ്വവിദ്യാലയത്തിൻ്റെ മുഴുവൻ വിശ്വത്തിൻ്റെ ആസ്ഥാന മന്ദിരമായിട്ട് പാണ്ഡവ് ഭവൻ മാറാനും. ഇന്ന് നോക്കൂ, പാണ്ഡവ് ഭവനം അല്ലേ, ബാബ യൂണിവേഴ്സൽ പീസ് ഹാള്, 4 ധാമങ്ങൾ എല്ലാം കൊണ്ട് ബാബയുടെ ആ സുന്ദര ഭവനം ഇന്ന് മുഴുവൻ വിശ്വത്തിൻ്റെ തീർത്ഥാടന ഭൂമിയായി മാറിയില്ലേ. അപ്പോൾ ആ തീർത്ഥാടന ഭൂമി അവിടെ തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് ഡ്രാമയിൽ ഇത്രയും സീക്വൻസസ് നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങൾ എല്ലാം. പാണ്ഡവ് ഭവൻ കാ നിർമ്മാണം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അടുത്തത് പാണ്ഡവ് ഭവനം എങ്ങനെ തയ്യാറാക്കി, പാണ്ഡവ് ഭവനത്തിൻ്റെ നിർമ്മാണ കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്നുള്ളതാണ്. अब भारत के कई नगरों एवं उपनगरों में ईश्वरीय सेवा केंद्र खुल गए. അപ്പോഴേക്കും ഭാരതത്തിൻ്റെ പല പട്ടണങ്ങളിലും ചെറിയ ചെറിയ പട്ടണങ്ങളിലും ഒക്കെ ഈശ്വരീയ സേവാ കേന്ദ്രങ്ങൾ തുറക്കപ്പെട്ടു കഴിഞ്ഞു. വഹാ സെ മധുബൻ ആനെ വാലോं की संख्या दिनों दिन बढ़ रही थी. പല ഭാഗങ്ങളിൽ നിന്ന്, ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അബുവിലേക്ക് വരുന്നവരുടെ കുട്ടികളുടെ എണ്ണവും ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിക്കാനും തുടങ്ങി. പക്ഷെ ഒരു ഗുണം ഉണ്ടായിരുന്നത് എന്താണ്? ഈ പോക്രൺ ഹൗസ് എന്ന് പറഞ്ഞ് വാങ്ങിയ ആ ബിൽഡിങ്ങിൽ കാലി സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ബാബ ടെമ്പററി ഷീറ്റൊക്കെ കൊണ്ട് പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ നമ്മൾ മുതിർന്നവർ, ചെറിയ ഷീറ്റൊക്കെ ഇട്ട് ടെൻറ്റ് പോലെയൊക്കെയാണ് ഇട്ടിരുന്നത് ആദ്യയിൽ കുട്ടികൾ വരുമ്പോൾ. അങ്ങനെയാണ് യൂസ് ചെയ്ത് പിന്നെ പതുക്കെയാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. अब बाबा ने अन्य सेवा केंद्रों से आने वाले वत्सों को आवास के लिए इसमें कमरे बनवाने शुरू कर दिया. പതുക്കെ ബാബ വരുന്ന കുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടി ആ കാലി സ്ഥലങ്ങളിൽ റൂമുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. സഭി की वहद सभा के लिए एक काफ़ी बड़े हॉल का भी. അടുത്ത ബാബയുടെ പ്ലാനിങ് ആയിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ ഒരു ഹാള്. ഫസ്റ്റ് ഹാൾ ഏതാണ്? ഹിസ്റ്ററി ഹാൾ. അതാണ് ഉണ്ടാക്കിയത്. ബാബയുടെ ഈ പ്ലാനിങ്ങുകളെല്ലാം വിശ്വമെമ്പാടുമുള്ള ഈശ്വരീയ വിദ്യാർത്ഥികൾക്ക് ജ്ഞാനം നൽകാൻ, ഈശ്വരീയ സന്ദേശം നൽകാൻ, വിശ്വസേവനത്തിന് വേണ്ടി ടീച്ചേഴ്സിനെ തയ്യാറാക്കണം.
അടുത്ത സങ്കല്പം ബാബയ്ക്ക് ഉടനെ അത് വന്നു. അതുകൊണ്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ ഇവിടെ തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഹിസ്റ്ററി ഹാൾ ഉണ്ടാക്കിയതും. അടുത്തടുത്ത് ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ എന്ന രീതിയിൽ ട്രെയിനിങ് സെൻറ്ററിൽ സിസ്റ്റേഴ്സിന് താമസിപ്പിച്ച് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി റൂമുകളും റെഡിയാക്കി. ബാബയുടെ ദീർഘവീക്ഷണം. കാരണം ബാബയ്ക്ക് അപ്പോഴേ സങ്കല്പം ഉണ്ടായിരുന്നു, ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുത്ത് ഇവരെല്ലാം വേഗം വേഗം വിശ്വസേവനത്തിന് അയച്ച് മുഴുവൻ വിശ്വത്തിലെ ബാബയുടെ മക്കളെ കണ്ടെത്തണം. ഇതെല്ലാം ബ്രഹ്മ ബാബയുടെ ആ സമയത്തെ അല്ലെ വളരെ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നല്ലോ ബാബ. സഭയ്ക്ക് योग अवस्था को परिपक्व करने के लिए ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനും മക്കളെ എല്ലാവരെയും അവരവരുടെ യോഗി ജീവിതത്തിൻ്റെ അവസ്ഥ പരിപക്വമാക്കുന്നതിന് വേണ്ടി വിശേഷ പുരുഷാർത്ഥം ഇവിടെ താമസിപ്പിച്ച് ചെയ്യിക്കണം. ഭാരതത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളിൽ നിന്നുള്ള കന്യകമാരെ ഇവിടെ നിർത്തി ട്രെയിനിങ് കൊടുക്കണം, അവരെ പരിപക്വമാക്കണം. ഈ പദ്ധതി മുന്നിൽ വെച്ചുകൊണ്ട് ബാബ അവിടെ ഓപ്പൺ ആയിട്ട് കിടന്ന സ്ഥലങ്ങളിൽ താമസത്തിനുള്ള റൂമുകളും വലിയ ഹാളും ഉണ്ടാക്കാനുള്ള ഏർപ്പാട് പൂർത്തിയാക്കി. पिताश्री विश्व में पवित्रता की स्थापना के लिए नित्य नई नई योजनाएं बनाते और उन्हें कार्यान्वित करते रहे. ബ്രഹ്മ ബാബ മുഴുവൻ വിശ്വത്തിൽ പവിത്രതയുടെ സ്ഥാപനയ്ക്ക് വേണ്ടി ഡെയിലി പുതിയ പുതിയ പ്ലാനിങ് ബാബയ്ക്ക് വന്നുകൊണ്ടിരുന്നു. ഓരോ പ്ലാനിങ്ങുകളും ബാബ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ബാബയുടെ ബ്രഹ്മ ബാബയുടെ ഏറ്റവും വലിയ പ്രത്യേകത കെട്ടിടം ഉണ്ടാക്കാൻ, അതായത് ബാബയ്ക്ക് ഈശ്വരീയ സേവനത്തിൽ എന്തെല്ലാമാണോ വിശ്വമംഗളത്തിന് വേണ്ടി ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് അബൂൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കണം, അതിനുവേണ്ടി ബാബ തയ്യാറാക്കിയ പ്ലാനുകൾ, ഭവനകല, നിർമ്മാണ കലയിലും ബാബയുടേത് അത്ഭുതകരമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ബാബയെ നമ്മൾ നോക്കിയാൽ ഒരു കാര്യത്തിലും ബാബയെ മാറ്റി നിർത്താൻ പറ്റുമായിരുന്നില്ല. എല്ലാ ബിൽഡിങ്ങുകളുടെ പ്ലാനും ബാബയാണ് ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് കുട്ടികളെ കൊണ്ടത് ബാബ ചെയ്യിപ്പിക്കുമായിരുന്നു. അത്ഭുതകരമായ നിർമ്മാണ കല അതും ബാബയിൽ കണ്ടു. രൂപരേഖ ഉണ്ടാക്കുന്ന കല, ബാബ ഇസ് കാര്യമേ വിശേഷ രുചി ലേത്തെ थे. ഈ കാര്യത്തിലും ബാബയ്ക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. ബിൽഡിങ്ങിൻ്റെ പ്ലാനുകൾ വരയ്ക്കാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ കുട്ടികളെ ഗൈഡ് ചെയ്യാനും എല്ലാം. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. അപ്പോൾ ഇന്നെന്താ കേട്ടത്? ഓർമ്മ വരുന്നുണ്ടോ? അല്ല, ഗവൺമെൻറ്റിന് നിവേദനം സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യം കെട്ടിടം തിരിച്ചു കൊടുക്കാനായിട്ട്, ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് കാലതാമസം അല്ലേ, കൂടുതൽ കിട്ടി ടൈം. ആ സമയത്തിനുള്ളിൽ ബാബ എന്ത് ചെയ്യിച്ചു? കുട്ടികളെ കൊണ്ട് അവിടെ മുഴുവൻ പുരുഷാർത്ഥം ചെയ്യിപ്പിച്ചു പുതിയ കെട്ടിടം തേടാൻ. അങ്ങനെ പലതും തേടി അതിൽ നിന്ന് ബാബ ചൂസ് ചെയ്തു. ഏത് ചൂസ് ചെയ്തു? ഇപ്പോഴത്തെ നമ്മുടെ പാണ്ഡവ് ഭവൻ നിലനിൽക്കുന്ന സ്ഥലവും അവിടെ ഒരു പഴയ കെട്ടിടവും. പിന്നെ ആ കെട്ടിടം, പഴയ കെട്ടിടം നിലനിർത്തിക്കൊണ്ട് തന്നെ ബാബ ബാക്കിയുള്ള ഓപ്പൺ സ്ഥലത്ത് ഈശ്വരീയ യജ്ഞത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ മുന്നിൽ കണ്ടുകൊണ്ട് കൺസ്ട്രക്ഷൻസ് ആരംഭിച്ചു. ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ബാബ ക്ലിയറാക്കി തന്നു അല്ലേ. ഇത് നമുക്കറിയുമായിരുന്നില്ലല്ലോ എങ്ങനെയാണ് പാണ്ഡവ് ഭവൻ തയ്യാറായതല്ലേ. അപ്പോൾ ഓരോരോ യജ്ഞത്തിൻ്റെ സ്ഥാപനയുടെ ഇതിഹാസത്തിൻ്റെ ഓരോ ഏടുകൾ മറിയുമ്പോഴും നമുക്ക് ബാബയുടെ മക്കൾക്ക് ഓരോരോ കാര്യങ്ങളും ബാബ വ്യക്താക്കി തരാൻ. ബാബയുടെ ഓർമ്മയിലിരിക്കാം. സെക്കൻഡിൽ ദേഹത്തുനിന്ന് വേറിട്ട് അശരീരിയായി അശരീരിയായ ബാബയുടെ അരികിലിരിക്കാം.